പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ മറ്റൊരു വാക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അവൈലബിലിറ്റി. ബി അവൈലബിൾ yourself to others. അതിന് മലയാളത്തിൽ സംലഭ്യത, സംപ്രാപ്യത എന്നൊക്കെ തത്സമം കൊടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് നമ്മൾ അവൈലബിളാകാൻ കഴിയുക, സംപ്രാപ്യമാകാൻ കഴിയുക, സംലഭ്യമാകുവാൻ കഴിയും വിധം ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക. അതൊരു വലിയ കലയാണ്. തീർച്ചയായും അതൊരു വലിയ നന്മയാണ്. അതൊരു വലിയ ഗുണവിശേഷം തന്നെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ സ്വീകാര്യരായിത്തീരും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാന്യരായി രൂപാന്തരപ്പെടും, സംശയമൊന്നുമില്ല. ദിസ് ഈസ് ആൻ ആർട്ട് ഓഫ് മേക്കിംഗ് യുവർസെൽഫ് അക്സെപ്റ്റഡ് ബൈ അതേഴ്സ്, appreciated by others. If you can make yourself available to others, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സംപ്രാപ്യരാകാൻ കഴിയുമ്പോൾ, സംലഭ്യമാകുന്ന ഒരാളത്വമായി തീരുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളെ വലിയ മനുഷ്യരായി പരിഗണിക്കാതിരിക്കത്തില്ല. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു കലയാണ്. എങ്ങനെ നമുക്ക് ജീവിതത്തെ മറ്റുള്ളവർക്ക് സംപ്രാപ്യമാക്കി നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും ബി അവൈലബിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് സംപ്രാപ്യരാകുവാൻ കഴിയണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷം നിങ്ങൾക്ക് എളിമയും താഴ്മയും ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. You need to be humble yourself. You should have the humility in the deeper sense of the word. നിങ്ങൾക്ക് പൂർണ്ണമായും എളിമയും താഴ്മയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് പ്രാപ്യരാക്കി, സംപ്രാപ്യരാക്കി തീർക്കാൻ കഴിയാതിരിക്കില്ല. അതിനൊരുപാട് എളിമയും താഴ്മയും ആവശ്യമുണ്ട്. എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. വേഷത്തിലും കാഴ്ചയിലും അത്ര കണ്ട് സ്വീകാര്യനൊന്നുമല്ല എന്ന് തോന്നിയേക്കാം. അങ്ങനെയുള്ള ഒരാളിനെ ശ്രീകൃഷ്ണൻ കുചേലനെ അങ്ങനെയാണല്ലോ കാണുന്നതും സ്വീകരിക്കുന്നതും. കുചേലൻ ഒരു ഇരന്ന് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനെ പോലെയാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ കുചേലനെ കാണുന്നത് തൻ്റെ കളിക്കൂട്ടുകാരനായും സ്നേഹിതനായുമായാണ്. അവനെ സ്വീകരിക്കുകയാണ്. അവനിലേക്ക് സ്വയം അവൈലബിളാവുകയാണ് അവൻ്റെ അടുക്കൽ. അത് ഒരുപാട് മനസ്സിൻ്റെ താഴ്മയും എളിമയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ സ്വഭാവവിശേഷമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബി അവൈലബിൾ. You can be available to others only when you are humble in yourself. രണ്ടാമത്, ഇങ്ങനെ മറ്റുള്ളവർക്ക് സംപ്രാപ്യരായി തീരുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഗുണവിശേഷം നമ്മളിൽ വളർത്തിയെടുക്കുമ്പോഴേ സാധിക്കാമാവുകയുള്ളൂ. സ്നേഹം ഒരാൾക്ക് എങ്ങനെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും? ത്യാഗമില്ലാതെ സ്നേഹമില്ല. അപ്പോൾ ഒരാളെ യഥാർത്ഥമായും ആത്മാർത്ഥമായും സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, ചിലപ്പോൾ വലിയ വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ത്യാഗത്തിൽ കുതിർന്ന സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അവൈലബിളാകാൻ സാധിക്കുകയുള്ളൂ.
മൂന്നാമത്, അങ്ങനെ നമ്മൾ സംപ്രാപ്യരായി തീരുവാൻ കഴിയുക നമ്മൾ സേവന സന്നദ്ധരും സമർപ്പണ മനോഭാവവും ഉള്ളവരായിരിക്കണം. സേവന സന്നദ്ധരായിരിക്കണം. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കുന്നു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വെൽക്കം. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് കഴിയുക? എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ദി ഓഫീസർ make himself available to the one who comes for your help, for your service. അവിടെ ഒരു സേവന മനോഭാവമുണ്ട്. സേവന മനോഭാവം വരുമ്പോൾ നിങ്ങളുടെ സമയം അയാൾക്ക് വേണ്ടി നൽകണം. അയാൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സന്നദ്ധത നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലുണ്ടാവണം. അപ്പോൾ സേവന സന്നദ്ധതയും സമർപ്പണത്തിൻ്റെ മനോഭാവവും ഉണ്ടെങ്കിലേ ഈ അവൈലബിലിറ്റി പൂർണ്ണമാവുകയുള്ളൂ. ഒരു പാവപ്പെട്ട ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്, ഒരു സഹായത്തിന് വേണ്ടി, ഒരു ഉപദേശത്തിന് വേണ്ടി, ഒരു നല്ല കാര്യം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് നിങ്ങളുടെ ഭാവം സമ്പൂർണമായി എളിമയുടെയും താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാവത്തിൽ പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തെ നിമഗ്നമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ അവൈലബിളാകാൻ, സംപ്രാപ്യമാകുവാൻ നിങ്ങൾക്ക് കഴിയും. അതൊരു വലിയ ആളത്വത്തിൻ്റെ ലക്ഷണമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിങ്ങളുടെ ആളത്വത്തിൻ്റെ വലുമ കാണാനാവുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സേവനം കാഴ്ചവെക്കുവാൻ, നൽകുവാൻ നിങ്ങൾക്ക് സ്വയം അവർക്ക് സംപ്രാപ്യരായി തീരുവാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എന്ത് മറ്റുള്ളവരിൽ നിന്ന് നേടി അത് നേട്ടമാക്കി കാണാം എന്നുള്ളതല്ല. മറ്റുള്ളവരുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ സ്വയം വെറുമയാക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ സ്നേഹത്തിലും ത്യാഗത്തിലും സേവനത്തിലും സമ്പൂർണമായ സമർപ്പണത്തിലും എളിമയിലൂടെ താഴ്മയിലൂടെ അങ്ങനെ ഒരു ആളത്വം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായും you will be appreciated by others, you will be received by others, and you will be considered great. നിങ്ങളെ വലിയ ആളായി മറ്റുള്ളവർ കാണാതിരിക്കില്ല. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.